വന്ദേഭാരത് എക്സ്പ്രസിൽ പഴകിയ ഭക്ഷണം ലഭിച്ചതായി യാത്രക്കാരുടെ പരാതി. വന്ദേഭാരതിലെ മോശം ഭക്ഷണത്തെക്കുറിച്ച് യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള ട്രെയിനിലായിരുന്നു സംഭവം നടന്നത്. യാത്രക്കാർക്കായി കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പഴകിയ ഭക്ഷണമാണെന്ന് ബോധ്യപ്പെട്ടത്. ഭക്ഷണം കൊണ്ടുവന്ന ട്രേ സഹിതം എടുത്തുകൊണ്ടുപോകാൻ യാത്രക്കാർ ആവശ്യപ്പെടുന്നതും ദൃശ്യത്തിലുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും ഇന്ത്യൻ റെയിൽവേയും മറ്റു ഉദ്യോഗസ്ഥരെയും ടാഗ് ചെയ്താണ് മോശം ഭക്ഷണത്തിൻ്റെ ദൃശ്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത്. എനിക്ക് ലഭിച്ച ഭക്ഷണം ദുർഗന്ധം നിറഞ്ഞതും മോശവും നിലവാരമില്ലാത്തതുമാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണത്തിനായി ഈടാക്കിയ തുക തിരികെ നൽകണം. ഇത്തരം ഭക്ഷണം വിതരണക്കാർ വന്ദേഭാരതിൻ്റെ പേര് മോശമാക്കും, യാത്രക്കാരൻ അഭിപ്രായപ്പെട്ടു. ഇതിനെ താഴെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. മറ്റു ട്രെയിനുകളിലും മോശം ഭക്ഷണമാണ് ലഭിക്കുന്നതെന്നും കോച്ചുകളിൽ വൃത്തിയില്ലെന്നും യാത്രക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ഇതു ശ്രദ്ധയിൽപ്പെട്ടതോടെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും PNR-ഉം മൊബൈൽ നമ്പറും വിവരങ്ങളും കൈമാറണമെന്നും റെയിൽവേ അധികൃതർ പ്രതികരിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. IRCTC മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. താങ്കൾക്കുണ്ടായ മോശം അനുഭവത്തിൽ മാപ്പ് ചോദിക്കുന്നു. വിഷയത്തെ ഗൗരവമായാണ് കാണുന്നത്. ഈ സേവനം നൽകിയ ആളിൽ നിന്ന് പിഴ ഈടാക്കും. കർശന നടപടി സ്വീകരിക്കും. ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ നിരീക്ഷണങ്ങൾ ശക്തമാക്കും, IRCTC പറഞ്ഞു. റെയിൽവേയിലെ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും റെയിൽവേ അധികൃതർ ഈ സംഭവത്തിൽ തക്കതായ ആക്ഷൻ എടുക്കണമെന്നുമുള്ള പ്രതികരണങ്ങൾ ഈ കുറിപ്പിന് താഴെ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ റെയിൽവേയിലെയും ട്രെയിനുകളിലെയും അവസ്ഥകൾ വൻ ചർച്ചയായി മാറിയിരിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.